നമസ്കാരം. ബംഗാളിൽ 34 വർഷം സംസ്ഥാന ഭരണം നടത്തുകയും എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും 25-ന് മുകളിൽ സീറ്റുകൾ നേടി ലോക്സഭയിലെ ഭരണപക്ഷത്തെ വിറപ്പിക്കുകയും ചെയ്തിരുന്ന CPM-ന്റെ ബംഗാളിലെ ഇന്നത്തെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. ഒരൊറ്റ രാഷ്ട്രീയമായ അബദ്ധത്തിൽ നിന്നും പാർട്ടി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 14 വർഷമായി ബംഗാളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് CPM പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ബംഗാൾ ഘടകം തന്നെയായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ നിയമസഭയിലോ ലോക്സഭയിലോ ഒരംഗം പോലും ഇല്ലെന്നുള്ളത് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വലിയ ദുഃഖം തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി CPM എന്ന പാർട്ടി തിരികെ വരുവാൻ കഠിന പ്രയത്നം തന്നെയാണ് ബംഗാളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചുക്കാൻ പിടിക്കുന്നതോ മീനാക്ഷി മുഖർജി എന്ന ഊർജ്ജസ്വലയായ DYFI നേതാവും അവരോടൊപ്പം ഒരുപറ്റം ചെറുപ്പക്കാരുമാണ്. അവർ വീടുകൾ തോറും കയറിയിറങ്ങി പാർട്ടിയുടെ തിരിച്ചുവരവിന്റെ ആവശ്യകതയെപ്പറ്റിയും ബംഗാളിലെ കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കുന്ന വിപത്തിനെപ്പറ്റിയും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നു. ഈ യുവജനങ്ങളുടെ പ്രയത്നഫലമായി പാർട്ടി തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന ദേശീയ ചാനലുകൾ പലതും റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ ദേശീയ പാർട്ടി എന്ന സാധ്യത നിലനിർത്താൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല ബംഗാളിൽ നിന്നും ചില സീറ്റുകൾ നേടിയേ തീരൂ. എന്നാൽ ബംഗാൾ പാർട്ടി ഘടകം ഇപ്പോൾ പറയുന്നത് ഈ ലോക്സഭാ ഇലക്ഷനിൽ സീറ്റുകളുടെ എണ്ണമല്ല, മറിച്ച് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് CPM വക്താവ് പറയുന്നത്. അങ്ങനെ പാർട്ടിയിൽ നിന്നും അകന്നുപോയവരെ തിരികെ കൊണ്ടുവരികയും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ 0 എന്ന സ്ഥിതിയിൽ നിന്ന് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് കുതിക്കുകയുമെന്നുള്ളതാണ് CPM-ന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മമതയ്ക്കെതിരായി CPM ഇപ്പോൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് മീനാക്ഷി മുഖർജിയെ തന്നെയാണ്. സന്ദേശ് കാലിയിൽ പോലീസിനെ വെട്ടിച്ച് വേഷം മാറിയെത്തിയ, അതോടൊപ്പം തന്നെ ഇൻസാഫ് റാലിയിൽ ജനലക്ഷങ്ങളെ അണിനിരത്തിയ മീനാക്ഷിയിലും അവരോടൊപ്പമുള്ള യുവനേതാക്കളിലും തന്നെയാണ് CPM-ന്റെ പ്രതീക്ഷ. നന്ദിഗ്രാം സിന്ദൂർ എന്ന പ്രശ്നം കൊണ്ട് മാത്രമാണ് CPM എന്ന പാർട്ടി ബംഗാളിൽ നിന്നും അപ്രത്യക്ഷമാകുവാൻ തുടങ്ങിയത്. അതോടൊപ്പം തന്നെ CPM-ന്റെ താഴ്ചയിൽ കാലുവെച്ച BJP-യുടെ വർഗീയമായ ചേരിതിരിവിലും CPM-ൽ നിന്നുള്ള വോട്ടുകൾ പതുക്കെ BJP-യിലേക്കും അതോടൊപ്പം തന്നെ തൃണമൂലിലേക്കും മാറിപ്പോകുന്നതും കാണാനിടയായി. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ മുന്നേറ്റവും റാലികളും തന്നെയാണ് CPM-നെയും ഇടതുപക്ഷത്തെയും വീണ്ടും ബംഗാളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി തന്നെയാണ് ഇൻസാഫ് റാലിയിൽ കണ്ട ജനലക്ഷങ്ങളുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഇലക്ഷനിലെ വോട്ട് ശതമാനത്തിന്റെ വളർച്ചയും. വരുന്ന നിയമസഭയിൽ മമതയ്ക്കെതിരെ ശക്തമായ നിലകൊള്ളുക മീനാക്ഷി മുഖർജി തന്നെയായിരിക്കും.